എന്നാ ചേച്ചി രാവിലെ വെട്ടിയരിയുടെ കാര്യം പറഞ്ഞു? സണ്ണി, ഈ സാമ്പാറിന്റെ കഷ്ണങ്ങൾ വെട്ടിയരിയുടെ കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. തന്റെ കൈയും കാലും വെട്ടിയരിഞ്ഞിട്ടാണ് ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കും. കച്ചവടമൊക്കെ എങ്ങനെയുണ്ടെന്നാ? കുഴപ്പമില്ലടാ, ജീവിച്ചു പോണ്. അതെ, ഇവിടുന്ന് ചായ കുടിക്കണ ഒരു ഇതൊക്കെ തന്നെ പറയണത്. ജീവിച്ചു പോണ്. ചായ വടാ, ചായ വടാ, ചായ വടാ, ചായ വടാ. അണ്ണാ, ഇത് അണ്ണന്റെ കട തന്നെ. അണ്ണൻ തന്നെ ഇവിടെ ചായ എടുക്കണ വീട്ടിലെ ഇത് ആരെടുത്താണ് ഇവിടെ ചായ എവിടാ, ചായ എവിടാ, ചായ എവിടാന്ന് ചോദിക്കുന്നത്? ചായ എവിടാ, ചായ എവിടെ എന്നല്ല, ചായ വട, ചായ വട. ആണാ? ഇരിക്കണ പുള്ളിക്കാരനാ ഇരിക്കണ എന്റെ പൊന്നടോ, ഈ കടയിൽ ആള് വിളിച്ചു കയറ്റാൻ വേണ്ടി നിർത്തിയേക്കണ അവിടെ പുള്ളിക്കാരനാ. കണ്ടില്ല, ഒരു കാപ്പിപ്പൊടി കളർ ഷർട്ട് ഇട്ട് അവിടെ ചെന്നിരിക്കണ. എന്റെ പൊന്നു കൂട്ടുകാരാ, 4 ആളിനെ കൊണ്ട് വിളിച്ചു കയറ്റ്. കടയിൽ ആള് കയറിയല്ലേ വൈകിട്ട് ശമ്പളം തരാൻ പറ്റൂ. അയ്യോ, വിളിച്ചില്ലേലും വേണ്ടില്ല, ഒന്ന് ജീവനോടെ ഇരിക്കോ. തന്നെ നിനക്ക് കഴിക്കാൻ നല്ല ചൂട് ദോശ മുട്ടത്തെറി എടുക്കട്ടെ. മുട്ടക്കറി എന്റെ അണ്ണാ വേണ്ട. എങ്ങനെ ഗ്യാസ് കയറാതിരിക്കും? ഉള്ള കപ്പയെല്ലാം കൂടെ വാരി വലിച്ച് കയറ്റി കഴിഞ്ഞാ പിന്നെ ഗ്യാസ് കയറൂലേ? എന്റെ അണ്ണ, ഞാൻ കപ്പ കഴിച്ചു കയറി, അണ്ണ എങ്ങനെ അറിഞ്ഞല്ല? ഇന്നലെ നിന്റെ പെണ്ണുമ്പിള്ള വലിയൊരു കപ്പ തൊലി വിളിച്ച് കയ്യിൽ വെച്ചേക്കണത് ഞാൻ കണ്ടതല്ലേ? എന്റെ അണ്ണ, അത് കപ്പ തൊലി വിളിച്ച് കൈ വെച്ചിരിക്കണ അല്ല, അവള് താഴ്ത്ത് വീണ് കൈ ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കണല്ലേ. അണ്ണ ഒരു ചായ എടുക്കണം. പിന്നെന്ത് എടാ, ഈ മൈതാനം മണിയുടെ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഭയങ്കര പേരാണ്. എന്റെ ചായ കുടിക്കാൻ വേണ്ടി എവിടെ നിന്നെല്ലാം ആൾക്കാർ കൂടെ വരുമെന്നറിയാം. എന്റെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുൾ എനർജിയാണ്. തന്നെ ഞാൻ ഒരു കള്ളവും പറഞ്ഞല്ല. ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ചുള്ള പ്രത്യേക തരം ചായ എടുത്തു കൊടുക്കാൻ ഒരു പ്രത്യേക കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. മണിയണ്ണ, എനിക്ക് ചായ മതി, പുട്ട് വേണ്ട. ഞാൻ പുട്ട് തന്നാ അല്ല, കൊറേ നേരമായിട്ട് തള്ളണ് ചായ. അങ്ങനെ സണ്ണി, നിന്റെ ഒരു ചങ്ക് കൂട്ടുകാരൻ ഉണ്ടായിരുന്നല്ലോ, മറ്റേ നമ്മളെ കുഴവില്ല ആലു, അവ എവിടെയാണ്? എന്റെ പൊന്നണ, അവനെ കുറിച്ച് മാത്രം ചോദിക്കരുത്. ഞാനിപ്പോ അവനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എന്ത് പറ്റിയടാ? അണ്ണ, അവൻ എന്നെ ഒറ്റ കൊടുത്തണ. എത്ര കാശിന്? ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ യേശുക്രിസ്തുവിന്റെ കഥ പറയാൻ വന്നതല്ല. അവൻ നിന്നെ ചതിച്ചെന്ന്. ഇപ്പോഴും എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഓടി വരും, തള്ളി വെച്ചാലേ തള്ളി വെച്ചാലേ തള്ളി വെച്ചാലേ എന്ന് പറയും. അതിപ്പോ അവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെ കണ്ടാലും തണ്ണിമത്തന്റെ ഒരു ലുക്ക് ഉണ്ട്. അണ്ണ, ഇതെന്നാ ചായയിൽ മൂടി? പിന്നെ ചായയിൽ മയിൽപ്പീൽ കുത്തി തരാൻ പറ്റുമോ? എന്റെ പൊന്നണ്ണ, ഒരുപാട് സ്വപ്നങ്ങളും കണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പഴയ കൗണ്ടർ അടിച്ച് സ്കിറ്റ് പൊളിക്കരുത്. അച്ഛൻ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു, നാളെ ഞാൻ വീട്ടിൽ പോവേ. എന്റെ അണ്ണ, ഇതെന്നെ ഈ കുപ്പിയിട്ടിട്ട് ധരിച്ച് പൊട്ടിക്കണം. എന്താന്ന് അറിഞ്ഞൂടെ? ഇവൾ അച്ഛന്റെ കാര്യം കേൾക്കുമ്പോ എന്റെ പേരുകളിലോട്ട് പേരിട്ടങ്ങ് കയറും. ആ കലിപ്പ് ഞാൻ തീർക്കണമെന്ന്. ചേച്ചിയുടെ അച്ഛൻ പ്രഭാകരൻ മേശരി ഇപ്പൊ മേശരി പണിക്കൊന്നും പോണില്ലേ? എന്റെ അച്ഛൻ മേശരി പണിയൊക്കെ നിർത്തിയിട്ട് വർഷം കുറെ ആയടാ. അയ്യോ, അതെന്ത് പറ്റി? അത് ഈ തൊഴിലുറപ്പ് വന്നതോടുകൂടി അവൾ അച്ഛൻ മേശരി പണി അങ്ങ് നിർത്തി. അതല്ല, പ്രഭാകരൻ മേശരിയാണോ തൊഴിലുറപ്പിന്റെ മേശ? അതല്ല, ഈ തൊഴിലുറപ്പ് വന്നപ്പോഴത്തേക്ക് പഴയ മെക്കാടുമാരായ മറിയക്കുട്ടി, ശാന്ത, മേരി, മാർത്ത, ലീല ഇവരെല്ലാവരും തൊഴിലുറപ്പിന് അങ്ങ് പോയി. അപ്പൊ തൊട്ട് എവളച്ഛൻ മേശരി പണി അങ്ങ് നിർത്തി. മൂടില്ലെന്ന്. എടോ, എന്റെ അച്ഛനെ കണ്ണിക്കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോണ ആളൊന്നും അല്ല. ഒരു ദിവസം സൈറ്റിൽ മറിയക്കുട്ടിയും ശാന്തയും വരാത്തതുകൊണ്ട് അടുത്ത തുണിക്കടയിൽ ചെന്ന് ഒരു നൈറ്റ് വാങ്ങിച്ചോണ്ട് ഒരു കമ്പി തൂക്കിയിട്ടിട്ട് അതിൽ നോക്കി നോക്കി പണി ചെയ്ത ആളാണ് എവളെ അച്ഛൻ. അത് സണ്ണി, എന്റെ അച്ഛൻ അമ്മയ്ക്ക് ഒരു നൈറ്റ് വാങ്ങിച്ചു. അത് വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി കമ്പിയിൽ തൂക്കിയിട്ട് അതിനാണ്. പിന്നെ തുണിക്കടയിൽ ചെന്ന് പുതിയ തുണി മേടിക്കുമ്പോ അവര് ബക്കറ്റിൽ പിടിഞ്ഞല്ലേ പറഞ്ഞത് കൊണ്ടുവന്ന് ഉണക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാനിത് കേൾക്കണം. നിങ്ങളെ എന്ന് കല്യാണം കഴിച്ചോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. എത്ര നല്ല കല്യാണാലോചന വന്നതാ എനിക്കെന്നറിയാമോ? ഈ കാലമാടൻ എന്നെ കയ്യും കണ്ടും കലാശവും കാണിച്ച് വിളിച്ചിറക്കി കൊണ്ടുവന്നതാ. സണ്ണി, ചില ഡ്രൈവർമാരെ കണ്ടിട്ടുണ്ടോ നീ? ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടും, എന്നിട്ട് വലത്തോട്ട് പോകും. അതുപോലെയാണ് ഇവള്. നിന്നെ നോക്കി ചിരിക്കും, എന്നിട്ട് അടുത്ത് ഇരിക്കുന്നോട്ട് ഇറങ്ങിപ്പോകും. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഇവൾ എന്തിനാണ് എന്റെ കൂടെ ഇറങ്ങി വന്നെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടില്ല. എന്റെ അണ്ണ, അത് അണ്ണന് മാത്രല്ല, ഈ നാട്ടുകാർക്ക് ആർക്കും പിടികിട്ടിയിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ പോകുന്നത്. താൻ എന്റെ വീടിന്റെ പടിക്കൽ വന്ന് ബാ 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 എന്ന് കൈ കാണിച്ചിട്ടാണ് ഞാൻ തന്റെ കൂടെ ഇറങ്ങി വന്നത്. എടാ, എന്റെ വീട്ടിലെ 4 കോഴിക്കുഞ്ഞുങ്ങൾ എവളെ വീട്ടിനകത്ത് ചെന്ന് കയറി. എവളെ വീട്ടിന്റെ നടയിൽ ചെന്ന് നിന്നിട്ട് എന്റെ കോഴിക്കുഞ്ഞുങ്ങൾ ഞാൻ ബാ 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 എന്ന് വിളിച്ച്. നിന്നാണ് സണ്ണി എവളാ ഇട്ടിരുന്ന നൈറ്റോട് കൂടി ആ കോഴിക്കുഞ്ഞിനെക്കാളും സ്പീഡോടുകൂടി എന്റെ കൂടെ ഇറങ്ങി വന്നു. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ശ്രീധരൻ എണ്ണി വാങ്ങിച്ചാ നിങ്ങള്. സണ്ണി, എവളെ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ ഏതായാലും എവളെ വിളിച്ചോണ്ട് പോയി. ഞാൻ ഇവൾക്ക് വേണ്ടിട്ട് ഒരു 5 ലക്ഷം രൂപയും 10 പവന്റെ സ്വർണവും കരുതി വെച്ചിട്ടുണ്ട്. സ്വർണത്തെ എന്താ അഴുക്കുണ്ടായിരുന്നു? അതെന്താ നീ അങ്ങനെ ചോദിച്ചാ? അല്ല, കഴുകി വെച്ചൊന്നും. കരുതി വെച്ചിട്ടുണ്ട്.
അത് ഇന്ന് പോലെ നിനക്കുള്ളതാണ്. അപ്പൊ അണ്ണൻ രക്ഷപ്പെട്ടല്ലാണ്. എന്നിട്ടൊരു വാക്കും കൂടെ പറഞ്ഞു, എന്തോന്ന്? മോനെ ഈ പറഞ്ഞതേ ഉള്ളൂ, വേറൊന്നും പ്രതീക്ഷിക്കരുത്. പുള്ളി രാഷ്ട്രീയത്തിൽ പോയാ മതിയായിരുന്നു. എടാ ഞാൻ സ്ത്രീധനം ചോദിക്കുമെന്ന് പേടിച്ച് എവളെ അച്ഛൻ ഇപ്പൊ എന്റെ വീട്ടിൽ പോലും വരൂല, അറിയാമോ? ഓ, ആര് പറഞ്ഞു വന്നില്ലെന്ന്? കഴിഞ്ഞ ഡിസംബർ 31 വന്നായിരുന്നല്ല. കഴിഞ്ഞ ഡിസംബർ 31 ന്യൂ ഇയർ ആഘോഷിക്കാനായി ഇയാള് എന്റെ വീട്ടിൽ വന്ന്, എന്നിട്ട് പിറ്റേന്ന് രാവിലെ, അതായത് ജനുവരി 1 അതിരാവിലെ ഈ പരട്ടക്കളവൻ എന്നെ കാണാതെ ഓടി തള്ളിക്കളഞ്ഞ്, അറിയാമോ? എന്റെ അച്ഛൻ ജനുവരി 1 പോയത് 2 നിന്റെ അച്ഛൻ 1 പോയത് എനിക്കറിയാം. എന്റെ അച്ഛൻ 2 പോയത്. 1 പോയത്. എന്റെ അച്ഛൻ 2 പോയത്. നിങ്ങൾ